നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കുകൾ പാർക്കിംഗ് നടത്തുന്ന സ്ഥലത്ത് തീപിടുത്തം, 600ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡുകളുടെ ശോചനീയാവസ്ഥ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷിന്റെ നേതൃത്വത്തിൽ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. SNDP യോഗം മണ്ണുത്തി യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുല്ലക്കര നെല്ലിക്കുന്ന് പള്ളികളിൽ തിരുനാൾ ആഘോഷങ്ങൾ നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം, നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗിൽ അഗ്നിബാധ, മുഴുവൻ ബൈക്കുകളും കത്തിനശിച്ചു. ഇന്ന് രാവിലെ 5:30ഓടെയായിരുന്നു സംഭവം. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏകദേശം 600ഓളം ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്നു. പ്ലാറ്റ്ഫോം 2ന്റെ പിൻവശത്തായുള്ള പാർക്കിംഗിലാണ് തീപിടുത്തമുണ്ടായത്. തീ അടുത്തുള്ള മരത്തിലേക്കും പടർന്നു. 600-ലധികം ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ ഗേറ്റിനടുത്തായാണ് തീപിടിച്ചത്. ആദ്യം 2 ബൈക്കുകൾക്ക് തീപിടിക്കുകയും പിന്നീട് അത് പടരുകയായിരുന്നു. 2ാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടറും പൂർണ്ണമായും കത്തിനശിച്ചു. നിർത്തിയിട്ടിരുന്ന ഇൻസ്പെക്ഷൻ വാഹനവും കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ ഉടൻ മാറ്റിയത് കൂടുതൽ അപകടം ഒഴിവാക്കി. തൃശൂർ, ഒല്ലൂർ തുടങ്ങിയ അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ഫോറൻസിക് സംഘത്തെ അടക്കം എത്തിച്ച് പരിശോധന നടത്തുമെന്നും റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. അതേസമയം അടിയന്തര അന്വേഷണത്തിന് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടു. DRM തലത്തിൽ അന്വേഷണം വേണമെന്നാണ് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തം അതീവ ഗൗരവത്തോടെ കാണണമെന്നും കേന്ദ്രമന്ത്രി റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെങ്കിലും തീ ആളിപ്പടർന്നതോടെ തകര ഷീറ്റ് മേഞ്ഞ ഷെഡ് പൂർണ്ണമായും താഴത്തേക്ക് അമർന്ന നിലയിലാണ്. തീ ആളിപ്പടർന്ന സമയത്ത് പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. അപകടത്തിൽ പാർക്കിംഗ് ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. ഈ അപകടത്തെ ഗൗരവമായി കാണുമ്പോൾ തന്നെ 300ഓളം ബൈക്കുകളും അതിലെ പെട്രോൾ ടാങ്കുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു. ഇതൊരു സൂചനയായി തന്നെ കോർപ്പറേഷനും അതുപോലെ ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ കാണും. അടിയന്തരമായി തന്നെ ഇത്തരം സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ അത് സുരക്ഷാ ഓഡിറ്റ് വളരെ മസ്റ്റാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി, നേരത്തെ മന്ത്രി സൂചിപ്പിച്ചു, നമ്മൾ പല കരാറുകാർക്കും ഈ ഇത്തരം പാർക്കിംഗ് സ്പേസ് നൽകുമ്പോൾ അത് അവർ വാഹനം പാർക്ക് ചെയ്ത് പണം മേടിക്കുന്നതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത്രയേറെ ബൈക്കുകൾ ഒരുമിച്ചിരിക്കുമ്പോണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്, അത് അടിയന്തരമായി തന്നെ ഇടപെടും. അതിനകത്ത് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം മസ്റ്റ്. വ്യാപ്തി എത്രത്തോളം? ഏതാണ്ട് 6:30 മണിയോടുകൂടി ആണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് കാര്യങ്ങളിൽ നിന്ന് സമയത്തെക്കുറിച്ച് ഏതാണ്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. സത്യത്തിൽ ഇത്തരത്തിൽ ഉണ്ടായ അപകടങ്ങൾ ഗൗരവമായിട്ട് കാണാതെയല്ല, ഇത്തരത്തിലെങ്കിലും ഒരു ചുരുങ്ങിപ്പോയത് ഭാഗ്യം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിവേഗം നടത്താൻ കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയൊരു സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ 600-ലേറെ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. പെട്രോൾ ടാങ്കുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുള്ള ബൈക്കുകളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് വേറെ ഒരു അർത്ഥത്തിൽ കടന്നിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത വിധത്തിലുള്ള പ്രശ്നമായാണ്. മാത്രമല്ല, ഒരു വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോം മുഴുവൻ പാസഞ്ചർ ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ പോകേണ്ട ആളുകൾ കൊണ്ട് നിബിഡവുമായാണ്. ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്ന്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കമ്മീഷനോട് ഏറ്റവും പെട്ടെന്ന് ഫോറൻസിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാഥമികമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി കളക്ടറോട് ആ അന്വേഷണത്തെക്കുറിച്ച് നിരീക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് ലഭ്യമായാൽ അത് സംബന്ധിച്ച തുടരന്വേഷണങ്ങളോ വേറെ വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങളോ വേണമെങ്കിൽ അങ്ങനെയും ആ കാര്യം നടത്തും. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെ ധാരാളം കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും എല്ലാം, ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം ആ ഘട്ടത്തിൽ തന്നെ എത്തിച്ചേർന്ന ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി. അപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നിയൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷയുടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പാർക്കിംഗ് ലേലം വിളിച്ചൊക്കെ കൊടുക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കരാറുകളൊന്നും നമ്മളാരും പരിശോധിക്കാറില്ല. സത്യത്തിൽ അതിൻ്റെ ഒരു കാര്യവും അങ്ങനെ വരാറില്ല. പക്ഷേ ഇത് ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ അപകടകരമായ വിധത്തിൽ ഏതെങ്കിലും സ്പാർക്കിങ്ങോ
അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട തീപിടുത്തമോ ഉണ്ടായാൽ എങ്ങനെ ആളുകളെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുൾപ്പെടെ നഗരത്തിലെ ഇത്തരം പാർക്കിംഗ് കേന്ദ്രങ്ങളെ ഒക്കെ ഉൾപ്പെടെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ളൊരു സുരക്ഷ ഓഡിറ്റ് നടത്തേണ്ടതാണ്. ഡെപ്യൂട്ടി മേയർ തന്നെ നേരത്തെ ആ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതും ഗൗരവമായിട്ട് എടുത്ത് കൂടിയാലോചിച്ച് വേണ്ടത് തന്നെ ചെയ്യാനാണ് പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇത് ഉയർത്തുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ ഏതാണ്ട് ശാന്തമാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഷീറ്റുകൾ ഇപ്പോൾ ഒന്ന് ക്രെയിൻ വെച്ച് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞെല്ലാം തിരിച്ചെത്തുമ്പോഴാണ് മുകളിലെ പിന്നെ മരത്തിൻ്റെ ഉണങ്ങിയ കൊമ്പുകളിൽ ചെറിയ തീ പടർന്നു നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആസ്പെറ്റോസ് വീണ് കിടക്കുന്ന മൂലം ഏതെങ്കിലും ഒരു പോയിന്റിൽ തീയുണ്ടോ, ഏതെങ്കിലും ആളുകൾ മറ്റു വഴിയിലൂടെ എങ്ങാനും അങ്ങോട്ട് കടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ നോക്കാൻ വേണ്ടി പ്രാഥമികമായൊരു നോട്ടം നോക്കി ഇനി ആസ്പെറ്റോസ് ഒന്നുകൂടി മാറ്റിയതിന് ശേഷം ഈ കാര്യങ്ങൾ അന്വേഷിക്കും. RPF ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു എഞ്ചിനുമായി ബന്ധപ്പെട്ട സാധനം പിന്നെ ഒരു കൺട്രോൾ റൂമും അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. വേഗത്തിൽ തീയണച്ചപ്പോൾ ആ ഭാഗത്ത് സംരക്ഷിക്കാനായതുകൊണ്ട് ആ വിധത്തിൽ നഷ്ടം ഉണ്ടായിട്ടില്ല. കത്തിപ്പോയ ബൈക്കുകളുടെ നഷ്ടമായിരിക്കും പ്രധാനമായും കാണാനുള്ളത്. എന്തായാലും റെയിൽവേയോട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ മാഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ നഷ്ടത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ അവർ പരിശോധിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കൾ മേയർ നിജി ജസ്റ്റിനെ സന്ദർശിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി KC അഭിലാഷ്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് UDF നേതാവ് KC അഭിലാഷ്, മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു, മുൻ DCC ജനറൽ സെക്രട്ടറി അനിൽ നാരായണൻ, നടത്തറ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് കുളങ്ങര എന്നിവരാണ് കോർപ്പറേഷനിൽ മേയറുമായി സൗഹൃദ സന്ദർശനം നടത്തിയത്. മുൻ ഭരണസമിതി അമൃതം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പീച്ചി ഡാമിൽ നിന്നും തൃശൂർ കോർപ്പറേഷനിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് പുതിയ പൈപ്പ് സ്ഥാപിച്ചു. പൈപ്പ് ലൈൻ റോഡ് പുനർനിർമ്മിക്കാം എന്ന ഉറപ്പ് നൽകിയാണ് പൈപ്പിടൽ പണി മുൻ കോർപ്പറേഷൻ ഭരണസമിതി നടപ്പിലാക്കിയത്. എന്നാൽ നാളിതുവരെയായി പൈപ്പ് ലൈൻ റോഡിന്റെ പണികൾ ചെയ്തിട്ടില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം യാത്രാ ദുരിതം നേരിടുകയാണ്. ഏകദേശം 20 കിലോമീറ്ററോളം വരുന്ന ഈ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കിലോമീറ്ററോളം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് എന്നും തൃശ്ശൂരിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പൊളിച്ച ഈ പൈപ്പ് ലൈൻ റോഡുകൾ മുഴുവനും സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത മേയർ നിജി ജസ്റ്റിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും തുടർ നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളുമെന്നും മേയർ നേതാക്കൾക്ക് ഉറപ്പു നൽകി. മേയറെ, നമ്മുടെ പഞ്ചായത്തിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ ഈ അമൃതം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് 11 കിലോമീറ്ററോളം റോഡ് വെട്ടിപ്പൊളിച്ചിട്ടാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് യാത്ര ദുരിതമാണ്. ഒരു ആശുപത്രിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെളിക്കുണ്ടായിട്ടാണ് കിടന്നിരുന്നത് മഴക്കാലത്ത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് ശേഷം ഇത് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു കരാറുമേലാണ് അന്ന് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീട് അന്നത്തെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി പഠിച്ച് ഗതാഗത സൗകര്യം എന്തായാലും ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വേണ്ട നടപടികളായിട്ട് മുന്നോട്ട് പോകും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ CPIM വലിയ കോഴ കൊടുത്തുകൊണ്ട് ഒരു UDF സ്വതന്ത്രനെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു. UDFന്റെ അപവാദ പ്രചരണത്തിനെതിരെയും UDFന്റെ ജീർണ രാഷ്ട്രീയത്തിനെതിരായും പ്രതിഷേധിച്ചുകൊണ്ട് 2026 ജനുവരി 5-ാം തീയതി വൈകിട്ട് വടക്കാഞ്ചേരി മുതൽ ഓട്ടുപാറ വരെ വമ്പിച്ച ബഹുജന പ്രകടനവും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടക്കും. പൊതുയോഗം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ കമ്മിറ്റി അംഗം UR പ്രദീപ്, പാർട്ടി വള്ളത്തോൾ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ തുടങ്ങിയവർ സംസാരിക്കും. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. സുഹൃത്തുക്കളെ, നാളെ ജനുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും തുടർന്ന് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രകടനം വടക്കാഞ്ചേരി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്ത് നിന്ന് ആണ് ആരംഭിക്കുക. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി
നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ CPM ഒരു വലിയ കോഴ UDFന്റെ ഒരു സ്വതന്ത്രന് കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി അയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് കടുത്ത ഒരു പെരും നുണ പ്രചാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് UDF ഇവിടെ നടത്തി വരികയാണ് ചെയ്തത്. അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു ഉപരോധ സമരം പോലും അവര് സംഘടിപ്പിക്കുകയുണ്ടായി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. സംസ്ഥാനത്തുടനീളം UDFും അതുപോലെ BJP ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇതാണ് എന്ന് നമുക്കറിയാം. ഇവിടെ UDF ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇല്ലാ കഥകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KV അബ്ദുൽ ഖാദർ തന്നെ വ്യക്തമായി അത് സംബന്ധിച്ച് CPMന്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് എന്നതുപോലെ വടക്കാഞ്ചേരി പ്രദേശത്ത്, ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ UDF വളരെ ജീർണിച്ച ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ ആരും വിശ്വസിച്ചു പോകാത്ത വെറും മുത്തന്നുണ, ഇല്ലാ കഥ എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള കടുത്ത അപവാദ പ്രചാരണങ്ങളും നുണപ്രചാരണങ്ങളും CPMനെതിരെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെ രാഷ്ട്രീയമായി നേരിടണം എന്നാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് വമ്പിച്ച പൊതുജന പ്രകടനവും അതുപോലെ നമ്മുടെ പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. പൊതുയോഗം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KV അബ്ദുൽ ഖാദറാണ് ഉദ്ഘാടനം ചെയ്യുക. പൊതുയോഗത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സേവ്യ ചിറ്റലപ്പള്ളി MLA, അതുപോലെ തന്നെ ചേലക്കര MLA സഖാവ് UR പ്രദീപ്, പാർട്ടി DC അംഗം, അങ്ങനെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്നതാണ്. ഈ പൊതുയോഗത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. CPM പ്രവർത്തകരോടൊപ്പം അണിചേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിക്കൊണ്ടാണ് ഈ പത്രക്കാരെ ഈ യോഗം വിളിച്ചിട്ടുള്ളത്. SNDP യോഗം മണ്ണുത്തി യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാൻ അനുവദിക്കുകയില്ലെന്നും മണ്ണുത്തി യൂണിയൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയവർക്കെതിരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെയും ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് SNDP യോഗം മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. SNDP യോഗം മണ്ണുത്തി സെക്രട്ടറി ഭൃഗുണൻ മനക്കിലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് EK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. യോഗം ഡയറക്ടർ, ബോർഡ് മെമ്പർ ചിന്തു ചന്ദ്രൻ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് AV ബീന ടീച്ചർ, സെക്രട്ടറി കുമാരി രമേശൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് KS വിനൂപ്, TA വിജയൻ, ഷിനോജ് പ്രഭാകരൻ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിയൻ കൗൺസിലർ ജനാർദ്ദനൻ പുളിങ്കുഴി സ്വാഗതവും യൂണിയൻ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പുന്നൂക്കര നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ്, സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. KCBയുടെ ഭാഗത്തു നിന്ന് ഉത്സവം നടക്കുന്ന 7 ദിവസം വളരെ കൃത്യതയാർന്ന രീതിയിൽ വൈദ്യുതി ലഭ്യമാക്കണമെന്നും തടസ്സം നേരിട്ടാൽ കൃത്യതയാർന്ന പ്രവർത്തനം കാഴ്ചവെക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കൂടാതെ പൂരത്തിന്റെ അച്ചടക്കത്തിനു വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യനിർവഹണം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണം നടപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ദേശപൂരങ്ങൾ വരുന്ന റോഡുകളുടെ അപാകതകൾ പരിഹരിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കണം. പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ ഫിറ്റ്നസ്സുകൾ വ്യക്തമായും കാര്യക്ഷമമായും പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് എന്നിവരോടും കൃത്യതയാർന്ന പ്രവർത്തനം നടത്താൻ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ഷേത്രം മീറ്റിംഗ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, മൃഗസംരക്ഷണം, സോഷ്യൽ ഫോറസ്ട്രി, വാട്ടർ അതോറിറ്റി, KSEB, നാഷണൽ ഹൈവേ അതോറിറ്റി എന്നീ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KK രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, ഒല്ലൂർ ACP സുധീരൻ PS, തൃശൂർ തഹസിൽദാർ T ജയശ്രീ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ അബൂബക്കർ, പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി സദാനന്ദൻ, സന്ധ്യ മനോജ്, ജിജി MM എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജനുവരി 20-നാണ് ചെമ്പൂത്ര പൂരം. വിപുലമായ വിധത്തിൽ കൊണ്ട് ഇത്തവണത്തെ പൂരം മകരച്ചൊവ്വ മഹോത്സവം ഏറ്റവും ഗംഭീരമായി നടത്തുക. 14-ാം തീയതി മുതൽ ആരംഭിച്ച് 21 ഉച്ചയ്ക്ക് നമ്മുടെ മകരച്ചൊവ്വ മഹോത്സവത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള മുഴുവൻ പരിപാടികളും ഏറ്റവും ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തേണ്ടത്. ഇവിടെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും റവന്യൂവിൻ്റെയും സോഷ്യൽ ഫോറസ്ട്രിയുടെയും മൃഗസംരക്ഷണത്തിൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഇലക്ട്രിസിറ്റിയുടെയും ആളുകളുണ്ട്. പ്രത്യേകിച്ച് ACP സുധീരനും ഇവിടെ പൂർണ്ണമായിട്ടും അന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതല കൂടിയിട്ടുള്ള നമ്മുടെ തഹസിൽദാരും ജയശ്രീയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ കൂടി ചുമതലകളാകും 21-ാം തീയതി പൂർണ്ണമായിട്ടും നിർവഹിക്കാനുള്ളത്. കാരണം ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങളില്ലാതെ മകരച്ചൊവ്വ മഹോത്സവമാണെങ്കിൽ എത്രയോ വർഷങ്ങളായി ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ നമ്മൾ നടത്തുന്ന ഈ ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെമ്പൂത്രക്കാരുടെ ഒരു ദേശീയോത്സവമാണ്. അപ്പോൾ അതിനൊരു കുറവുമില്ലാത്ത വിധം എല്ലാ ദേശങ്ങൾക്കും വന്നു ചേരാനും അതുമായി ബന്ധപ്പെട്ട വരവും പോക്കും ഒക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യതയോടുകൂടിയുള്ള നടപടികൾ ഉണ്ടാകാനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് തയ്യാറാക്കേണ്ടതുള്ളത്. ആ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിസിറ്റി ഏതെങ്കിലും വിധത്തിൽ കേടാകാതെ അല്ലെങ്കിൽ കറണ്ട് പോകാതെ മറ്റു പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രമല്ല, മകരച്ചൊവ്വ ദിവസം തലേ ദിവസം മുതൽ അന്ന് അർദ്ധരാത്രി വരെ പൂർണ്ണമായിട്ടും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കൺട്രോൾ റൂം നമുക്കുണ്ടാകണം. സംസ്ഥാന സ്കൂൾ കലോത്സവം ആലോചനാ യോഗം ചേർന്നു. തൃശൂരിന്റെ തനിമയും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന രീതിയിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വിജയകരമായി സംഘടിപ്പിക്കുന്നതിനായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളിയുടെ അധ്യക്ഷതയിൽ ആലോചനാ യോഗം ചേർന്നു. മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ യോഗത്തിൽ നേതൃത്വം നൽകി. വിവിധ ജില്ലകളിൽ നിന്ന് കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിൽ ആനകൾ, കുടമാറ്റം, വാദ്യമേളം, വെടിക്കെട്ട് എന്നിവ ഒരുക്കി സ്കൂൾ കലോത്സവം വർണ്ണാഭമാക്കി മാറ്റുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ യോഗം തീരുമാനിച്ചു. കലോത്സവത്തിൻ്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, അടിയന്തര ആരോഗ്യ സംവിധാനങ്ങൾ, ഫയർ ആൻഡ് സേഫ്റ്റി, ശുദ്ധജലം, വൈദ്യുതി, ഭക്ഷണം, ഗ്രീൻ പ്രോട്ടോകോൾ തുടങ്ങിയവ സംബന്ധിച്ച് മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം അടിയന്തര ആരോഗ്യ സംവിധാനത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിനായി യോഗം തീരുമാനിച്ചു. സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ലാലൂർ സ്റ്റേഡിയത്തിൽ ബാൻഡ് മേളം നടത്തുന്നതിൻ്റെ സാധ്യതകളും യോഗം ചർച്ച ചെയ്തു. കൊച്ചിൻ ദേവസ്വം, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ, ആന ഉടമസ്ഥ സംഘം, വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ എന്നിവർ സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനാവശ്യമായ നിർദ്ദേശങ്ങൾ യോഗത്തിൽ അറിയിച്ചു. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. നിലവാരമുള്ള പാട്ടുകൾ എഴുതാനും ആസ്വദിക്കാനും പുതിയ തലമുറയ്ക്കാകുന്നുണ്ടോ എന്ന സ്വയം പരിശോധന വേണമെന്ന് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ MD രാജേന്ദ്രൻ പറഞ്ഞു. കവിത ഒരു അഭയസ്ഥാനമാണ്. പലപ്പോഴും കവിയുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ പിന്നിൽ പോലും അതിൻ്റെ സ്വാധീനമുണ്ട്. എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്ന സാമൂഹ്യ ദൗത്യമാണ് കവികൾ രചനയിലൂടെ നിർവഹിക്കുന്നതെന്നും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച കാവ്യപുസ്തകമല്ലോ ജീവിതം സംഭാഷണ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കഥാകൃത്തും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ K ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായ പരിപാടിയിൽ കവിയും എഴുത്തുകാരിയുമായ രാജ്കുമാരി വിനോദ്, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട കിഴക്കുംപാട്ടുകര കൗൺസിലർ ഡോക്ടർ നിജി ജസ്റ്റിനെ ആദരിച്ചു. KLRAയുടെ ജീവകാരുണ്യ ഫണ്ടിൽ നിന്നും ഒരു വിഹിതം മേയേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികൾ പുതുവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടി. മുല്ലക്കര ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ 20ാമത് സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് ഫാദർ വിപിൻ കുരിശുത്തറയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ഫാദർ ടിൻഡോ, ഫാദർ ബിനോയ് ആലപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, തുടർന്ന് വർണ്ണക്കാഴ്ചകൾ. തിങ്കളാഴ്ച രാവിലെ 6:15 മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും കാർമികൻ ഫാദർ ബിജു കണ്ണമുണ്ടയിൽ വൈകിട്ട് 7 തിങ്കളാഴ്ച രാവിലെ 6:15 മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ടാകും. ഫാദർ ബിജു കണ്ണമുണ്ടയിൽ കാർമികത്വം വഹിക്കും. വൈകിട്ട് 7 മണി റെഡ് ബാൻഡ് കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും. വികാരി ഫാദർ ബിജു ജോർജ് കണ്ണമുണ്ടയിൽ, കൈക്കാരന്മാരായ റപ്പായി പള്ളിപ്പാടൻ, ആന്റണി ചാഴൂർ, ജാജി കോരേത്ത്, ലിയോ മാളിയേക്കൽ അഞ്ചേരി, ജനറൽ കൺവീനർ നിക്സൺ ചാലക്കൽ, പബ്ലിസിറ്റി കൺവീനർ സുരേഷ് ചാക്കോ കിഴക്കൂട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പുത്തൻകാട് മൂത്താരിക്കുന്ന് ശ്രീ മൂത്താരി ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തിരുവാതിര ദിനമായ ശനിയാഴ്ച ക്ഷേത്രത്തിൽ നടത്തിയ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ ദേശ സമാജങ്ങളുടെ നയന മനോഹരമായ തിരുവാതിരക്കളിയും അരങ്ങേറി. കിഴക്കുമുറി ദേശ സമാജം, പടിഞ്ഞാട്ടുമുറി ദേശം, എട്ടാങ്കല്ല് ദേശം, പുത്തൻകാട് ആൽ സമാജം, പൊന്നൂക്കര ദേശം, ത്രയംബകം കലാക്ഷേത്രം, ചെമ്പങ്കണ്ടം നടനം, കുറുപ്പുംപടി നാട്യാഞ്ജലി തുടങ്ങിയ ടീമുകൾ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു. തുടർന്ന് എല്ലാവർക്കും തിരുവാതിര പുഴുക്കും പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. തിരുവാതിര മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം രക്ഷാധികാരി ബിജി ബാലൻ, ക്ഷേത്രം സെക്രട്ടറി KR കൃഷ്ണകുമാർ, പ്രസിഡന്റ് സിനീഷ് പുല്ലാനിക്കൽ, ട്രഷറർ നിധിൻ വെളിയത്ത് പറമ്പിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്മസമുദ്ഭവേ പാലയ മാം പോറ്റി പത്മനാഭ പ്രിയേ പാലയ മാം പത്മനാഭ പ്രിയേ പാലയ മാം ജയ മധുസൂദന ഭക്ഷവാസേ ജയ മധുരാനനെ മഞ്ജുളാംഗി ജയ മധുസൂദന ഭക്ഷവാസേ ജയ മധുരാനനെ മഞ്ജുളാംഗി ജയ വിധുശേഖര വാമംഗവാസിനി ജയ മധുഭാഷിണി ചാരുശീലേ ജയ മധുഭാഷിണി ചാരുശീലേ സ്വൽപ്പൊങ്ങും കാവിൽ വിളങ്ങിടുന്ന മുപ്പുരാരി പ്രിയ ധാതുവന്ദേ സ്വൽപ്പൊങ്ങും കാവിൽ വിളങ്ങിടുന്ന മുപ്പുരാരി പ്രിയ ധാതുവന്ദേ 33 ദേവകൾ വന്ദിക്കും തൃപ്പാതെ ഞാനിതാ കുമ്പിടുന്നേ തൃപ്പാതെ ഞാനിതാ കുമ്പിടുന്നേ 33 ദേവകൾ വന്ദിക്കും തൃപ്പാതെ ഞാനിതാ കുമ്പിടുന്നേ തൃപ്പാതെ ഞാനിതാ കുമ്പിടുന്നേ. പാട്ടുപാടി കളിച്ചിടാം നെത്തിത്താരാതേ കൂട്ടുകാരി സുരസാമ്പതി ഗണപതി ചിരപതി ഗിരി സുതനയൻ ദേവൻ മോദകമടവട മലര വിശ
ദീപാ കാന്താ കരുണാലയ മേ വാചം ആകർണയാമേ ശംഭോ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കറുമ്പി പന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ മുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിക്കുന്നേ വിളിച്ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിമിക്കുന്നത് കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പോ പാട്ടൊന്നും പാടടി കറുമ്പി അന്നിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പോ പാട്ടൊന്നും പാടടി കറുമ്പി അന്നിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പള്ളത്തി വന്നെ കണ്ണെറിക്കുന്നേ മാലമല്ലൂയ പള്ളത്തി വന്നെ പള്ളു പറഞ്ഞേ മാലമല്ലൂയ ആയി മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ തീർക്കട്ടെ മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ ഏയ് മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ മാലമല്ലൂയ തക തക മാലമല്ലൂയ നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ 71-ാം തിരുനാൾ 3, 4, 5 തീയതികളിൽ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് 7:30 വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായ പാട്ടുകുർബാന എന്നിവ നടന്നു. ഫാദർ ജേസൺ പുന്നശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിൻസൺ തട്ടിൽ, ഇടവക വൈദികൻ ഫാദർ സ്റ്റാൻലി പാലത്തിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണക്കാഴ്ചകൾ. തിങ്കളാഴ്ച 7 മണിക്ക് ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഉണ്ടാകും. തുടർന്ന് സെമിത്തേരിയിൽ ഒപ്പീസ് ഉണ്ടായിരിക്കും. വികാരി ഫാദർ പോൾസൺ തട്ടിൽ, അസിസ്റ്റന്റ് വികാരി ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാർ വിൽസൺ എലുവത്തിങ്കൽ, ടോണി ഉമ്പാവോ, ടെസ്വിൻ തെക്കുങ്കര, ഷോൺ ചീരൻ, കൺവീനർ ലിയോ പഞ്ഞിക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ
നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ കാറിടിച്ചാണ് പരിക്കേറ്റത്. തോളലിന് ഗുരുതരമായി പരിക്ക് പറ്റിയ രവീന്ദ്രനെ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കെ രവീന്ദ്രനെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. അപകടം നടന്നയുടനെ രവീന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. റിട്ടയർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ, തിരുവമ്പാടി അമ്പലത്തിന് എതിർവശം ഫോറസ്റ്റ് മധുര ഫ്ളാറ്റിൽ താമസിക്കുന്ന രാഘവൻ നമ്പ്യാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പയ്യന്നൂർ സ്വദേശിയാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ഭാര്യ കടമ്പനാട്ട് വിജയം, മക്കൾ രാജേഷ്, മാലിനി, സുരേഷ്. മരുമക്കൾ അശ്വതി, രാജേഷ്, സുരേഷ്. വാഴാനി വെളിയന്തോട്ടിൽ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ വെളിയന്തോട്ടിൽ ഗംഗാധരൻ, മക്കൾ ഉഷ, സുരേഷ്, മരുമക്കൾ നന്ദകുമാർ, രേഖ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കുകൾ പാർക്കിംഗ് നടത്തുന്ന സ്ഥലത്ത് തീപിടുത്തം. 600ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡുകളുടെ ശോചനീയാവസ്ഥ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷിന്റെ നേതൃത്വത്തിൽ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. SNDP യോഗം മണ്ണുത്തി യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുല്ലക്കര, നെല്ലിക്കുന്ന് പള്ളികളിൽ തിരുനാൾ ആഘോഷങ്ങൾ നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.